തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ മറുപടിയുമായി ഇന്ത്യ സഖ്യത്തിന്റെ വാർത്താ സമ്മേളനം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയുടെ ഏജന്റായി മാറിയെന്ന് ഗൗരവ് ഗൊഗോയ് പറയുന്നു. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ SIR നടത്തിയതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. का उत्तर केंद्रीय निर्वाचन आयोग नहीं दे पा रहा और अपनी जिम्मेवारी से भागने की कोशिश कर रहा है। हाल में ही सुप्रीम कोर्ट का एक राय आया बिहार के SIR के संदर्भ में। उस राय में केंद्रीय चुनाव आयोग ने जितने भी बात रखे सारे महत्वपूर्ण बातों को सुप्रीम कोर्ट ने नकारा। इसके बावजूद भी कल जो प्रेस वार्तालाप हमने देखा चीफ इलेक्शन कमिश्नर का, രാജ്യത്ത് ബിജെപിയുടെ ബി ടീമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനം പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്നും അദ്ദേഹം പറഞ്ഞു. We the opposition parties, the entire spectrum from left to TMC, from AAP to Congress, firmly believe that the CEC has forfeited his right to be in that constitutional position. And he has virtually declared war on the opposition parties by his press conference. From the beginning, the government had an ulterior motive to make election commission the B team of the government. One of the golden statement of Ganesh Kumar yesterday was that the country is full of homeless people and orphans. That's why you have zeros in the place of addresses and ABCDEFG in the name of the parents. So he has actually belittled the Prime Minister who claims that there are no homeless people in this country. But according to the Election Commission, there are crores of people who are sleeping on the streets. സ്വാതി ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സ്വാതി, ആദ്യം തന്നെ നമുക്ക് ജോൺ ബ്രിട്ടാസ് MPയുടെ ആ ഒരു വാക്ക് തന്നെ കോട്ട് ചെയ്യാം. അതായത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഈ 0 എന്ന് പറയുന്ന അക്കമിട്ടെടുത്തൊക്കെ ആ ആളുകളൊക്കെ വീടുകളില്ലാത്തവരാണ്, തെരുവിൽ ഉറങ്ങുന്നവരാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കുന്നു. അപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യേണ്ടത് ഇനി പ്രധാനമന്ത്രിയെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ പറയുന്നത് രാജ്യത്ത് എല്ലാവർക്കും വീടുണ്ട്, ദരിദ്രരാരും ഇല്ല എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പിലും BJP ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇന്ന് ഇന്ത്യ സഖ്യം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകുന്നത്. തീർച്ചയായും ഭദ്ര, കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ ഈ ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി നൽകിയില്ലെന്ന് മാത്രമല്ല, ഈ പരാതി ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ പാർട്ടികളെ കടന്നാക്രമിക്കുന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുള്ളത്. ആ വിഷയത്തിൽ തന്നെയാണ് കൃത്യമായ ചോദ്യങ്ങളും മറുപടിയും ഇന്ത്യ സഖ്യ നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഇതിൽ മറുപടി നൽകിയിട്ടുള്ളത്. ഇതിൽ RJDയുടെ, കോൺഗ്രസിന്റെ, അതോടൊപ്പം CPM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതിരൂക്ഷമായ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ്യത്ത് BJPയുടെ B ടീമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനം തന്നെ ഒപ്പോസിഷനെതിരെ, അതായത് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. മാത്രമല്ല, ഈ വിലാസങ്ങളുടെ ഓപ്ഷനിൽ എന്തുകൊണ്ട് 0 നൽകി എന്നുള്ളതിനായി ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണം നിരവധി ആളുകൾ രാജ്യത്ത് വീടില്ലാത്തവരുണ്ട് എന്നുള്ളതായിരുന്നു. അതിൽ കൃത്യമായ മറുപടിയാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും ഈ വിഷയത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് കാര്യം തുറന്ന് സമ്മതിക്കുകയാണ്. രാജ്യത്ത് വീടില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ ഉണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിക്കുകയാണ്. ഇത് പ്രധാനമന്ത്രിയുടെ ചില വാഗ്വാദങ്ങൾക്കെതിരായാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിട്ടുള്ളത് എന്നുള്ളത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗാനേഷ് കുമാറിന് ഇനി തുടരാനുള്ള ഒരു യോഗ്യതയും ഇല്ല എന്നുള്ളതും
ഇന്ത്യ സഖ്യ നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു SIR പ്രക്രിയയുമായി മുന്നോട്ട് പോകുന്നത്. ഈ SIR പ്രക്രിയയുടെ ഭാഗമായി തന്നെ പുറത്തുവിട്ടുള്ള 65 ലക്ഷത്തോളം വോട്ടർമാർ ഇപ്പോഴും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താണ്. ഇതിന് കൃത്യമായ മറുപടി നൽകുന്നതിന് പകരമാണ് രാഷ്ട്രീയ പാർട്ടികളെയും ഓപ്പോസിഷനെയും കടന്നാക്രമിക്കുന്ന ഒരു നിലപാട് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ള സ്വരം തന്നെയാണ് ഈ ഇന്ത്യ സഖ്യ നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും കാണാൻ കഴിഞ്ഞത്.